മാത്തമാറ്റിക്സിൽ ട്രഡീഷണൽ ആൾജിബ്രയുടെ പ്രധാന ഭാഗമാണ് തിയറി ഓഫ് ഇക്വേഷൻസ്. അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഫസ്റ്റ് പാരഗ്രാഫിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ ഈ ഒരു ഫോമിലുള്ള ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 x റേസ് ടു n പ്ലസ് a1 x റേസ് ടു n മൈനസ് 1 പ്ലസ് a2 x റേസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് an മൈനസ് 1 x പ്ലസ് an ഈക്വൽ ടു 0. ഈ ഒരു ടൈപ്പിലുള്ള ഇക്വേഷൻസ് ആയിരിക്കും ത്രൂ ഔട്ട്. ഇതിൽ നമ്മൾ n പോസിറ്റീവ് ഇൻറ്റിജറാണ്. a1 a2 എക്സെട്ര an എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഇൻ എക്സ് പോളിനോമിയലാണ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അതിലുള്ള എക്സിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണോ അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുക. ഇവിടെ എക്സിലെ ജനറൽ ഇക്വേഷനിൽ എക്സിലെ ഹയസ്റ്റ് പവർ സാധാരണ n ആണ് എടുക്കുക. പിന്നെ അതിലേറെ പവർ ഇങ്ങനെ കുറഞ്ഞ് വരും. n-1 n-2 n-3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് പഠിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിൻ്റെ റൂട്ട്സ് കാണുന്നത് -b + or -√b² - 4ac/2a അതുപോലെയൊക്കെ ഉള്ളൂ ഈ പാഠത്തിലും. അപ്പോൾ ഈ പാഠത്തിലെ കണ്ടൻസ് എന്താണെന്ന് നോക്കാം. പോളിനോമിയൽ ഫംഗ്ഷൻ, പോളിനോമിയൽ ഇക്വേഷൻ, മൾട്ടിപ്പിൾ റൂട്ട്സ്, ഇത്രയാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആദ്യം നോക്കാം. പോളിനോമിയൽ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എക്സ് വാല്യൂസ് മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഈക്വൽ സൈൻ ഇല്ല കേട്ടോ. ഈക്വൽ സൈൻ ഉണ്ടെങ്കിൽ പോളിനോമിയൽ ഇക്വേഷനായി. ഇത് വെറും ഫംഗ്ഷൻ. പോളിനോമിയൽ ഓഫ് ഡിഗ്രി n എന്ന് പറയാൻ കാരണം എക്സിൻ്റെ ഹയസ്റ്റ് പവർ n ആണ്. a0 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം ഹയസ്റ്റ് പവറിൻ്റെ അടുത്തുള്ള കോഎഫിഷ്യൻ്റ് ആണ് a0. അപ്പോൾ ഡിഗ്രി n ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ജീവനോടെ വേണ്ടേ. അപ്പോൾ a0 0 ആയി കഴിഞ്ഞാൽ ആ ടേം ഉണ്ടാവില്ല. അപ്പോൾ a0 0 അല്ലാണ്ടിരിക്കണം. എന്നാലേ ആ ഹയസ്റ്റ് പവർ, അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന n ഡിഗ്രി ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ a² + 4ab + b² ആണെങ്കിൽ നമ്മൾ ഡിഗ്രി 2 ആണെന്ന് പറയില്ല. അതുപോലെയൊക്കെ ഉള്ളൂ. ഇനി a0 a1 എക്സെട്ര an കോഎഫിഷ്യൻ്റ് ഓഫ് f എന്നാണ് വിളിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സ് വാല്യൂസ് മാറ്റി പറയുക ആൽഫ ബീറ്റ എന്നൊക്കെ ആയിരിക്കും. നമ്മൾ പണ്ട് ഓരോ പോളിനോമിയലിന് എഫ് ഓഫ് 1 2 3 മൈനസ് വാല്യൂസ് കൊടുത്തിട്ടൊക്കെ പോളിനോമിയൽസിനെ നോക്കിയിരുന്നു. ഇവിടെ നമ്മൾ 1 2 3 കൊടുക്കുന്നതിന് പകരം ആൽഫനെയും ബീറ്റിനെയൊക്കെ കൊടുക്കും. അപ്പോൾ ഇനി ആൽഫ എന്താണെന്ന് നോക്കാം. ആൽഫ സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എക്സ് വാല്യൂ കൊടുക്കുമ്പോഴാണോ നമ്മുടെ ഇമേജ് 0 എഫ് ഓഫ് എക്സ് 0 ആവുന്നത് അതാണ് ആൽഫ. ഇതിനെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് വിളിക്കും. ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3x³ + 4x² - 7 പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ആണ്. കാരണം ഹയസ്റ്റ് എക്സിൻ്റെ ഹയസ്റ്റ് പവർ 3 അല്ലേ. ഇവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ a0 നോട്ട് ഈക്വൽ 0 എന്നാൽ ഈ 3 ഒരിക്കലും 0 ആകാൻ പാടില്ല. ഈ 3 0 ആയിക്കഴിഞ്ഞാൽ 4x² മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഹയസ്റ്റ് പവർ 2 ആവും, ഡിഗ്രി 2 ആവും. ഡിഗ്രി 3 എന്ന് പറയുകയാണെങ്കിൽ a0, അതായത് 3 ഒരിക്കലും 0 ആകാൻ പാടില്ല. ഇനി നമുക്ക് എക്സിന് ഒരു വാല്യൂ കൊടുത്തു നോക്കണം. ഇവിടെ എക്സിന് 1 എന്ന വാല്യൂ കൊടുത്തു നോക്കൂ. 3 × 1³ + 4 × 1² - 7 = 0. 1 is the 0 of this polynomial. ഈ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് 1 ആണ്. 1 മാത്രമല്ല വേറെയും 0 കിട്ടുന്ന പോയിൻറ്റ്സ് ഉണ്ടാവും. 1 അതിൽ ഒരു 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയാം. അടുത്തായി പഠിക്കാനുള്ളത് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. എവറി പോളിനോമിയൽ ഓഫ് ഡിഗ്രി n > or = 1 ഹാസ് അറ്റ്ലീസ്റ്റ് 1 0. നമ്മൾ ഡിഗ്രി n > or = 1 ആണ്. There exists alpha such that a0 alpha raised to n plus a1 alpha raised to n - 1 plus a2 alpha raised to n - 2 plus etc. an - 1 alpha plus n = 0. അതായത് എന്നോ അല്ലെങ്കിൽ n > or = 1 ആയിട്ടുള്ള ഒരു പോളിനോമിയൽ, 1 ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, അങ്ങനെ ഒരു പോളിനോമിയലിന് ചുരുങ്ങിയത് ഒരു 0 എങ്കിലും ഉണ്ടാകും. ഒരു 0 എങ്കിലും ഇല്ലാത്ത പോളിനോമിയൽ ഉണ്ടാവില്ല. n എന്തായാലും 1 അതിലധികം 1 2 3 എത്ര ആയിക്കോട്ടെ n, അങ്ങനത്തെ ഒരു പോളിനോമിയലിന് ചുരുങ്ങിയത് ഒരു പോയിന്റിലെങ്കിലും എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടാവും. എല്ലാ പോളിനോമിയൽസിനും ജനറലായിട്ട് പറഞ്ഞതാണ്. 0 ആവുന്ന പോയിന്റിന് നമ്മൾ എക്സ് വാല്യൂവിന് ആൽഫ എന്ന് പേരിട്ട് വിളിക്കുമല്ലോ. അപ്പോൾ ചുരുങ്ങിയത് ഒരു ആൽഫയെങ്കിലും ഉണ്ടാവും എന്നാണ് ആ ഒരു തിയറം പറയുന്നത്. ഇനി വേറൊരു തിയറം പഠിക്കാണ്ട്. തിയറം പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ജനറൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ തന്നെ a0 x റേസ് ടു n a1 x റേസ് ടു n - 1 പ്ലസ് എക്സെട്ര പ്ലസ് an. നമ്മൾ മുമ്പത്തെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര പ്രകാരം ഇതിന് ഒരു 0 ഓഫ് ദ പോളിനോമിയെങ്കിലും ഉണ്ടാവുമല്ലോ. നമ്മൾ ഒന്നെങ്കിലും ഉണ്ടാവും എന്ന് പറയുന്നതിനെ നമുക്ക് ആൽഫ 1 എന്ന് വിളിക്കാം. ആൽഫ എന്നല്ല, ഞാൻ ആൽഫ 1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് റീകാൾ ചെയ്ത് നോക്കാം. a² + bx + c = 0 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കാണുന്നത്, അതിന് നമ്മൾ റൂട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷനാണ്, പോളിനോമിയൽ
ഫംഗ്ഷൻ അല്ല, പോളിനോമിയൽ ഇക്വേഷനാണ്. പോളിനോമിയൽ ഇക്വേഷന് നമ്മൾ സോൾവ് ചെയ്യുന്നതിന് റൂട്ട്സ് എന്നായിരുന്നു അന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി -b ± (b²-4ac/2a) എന്ന് പറഞ്ഞൊരു ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ അതിനെ തന്നെ ഒന്നുകൂടി എളുപ്പത്തിൽ a = 1 ആവുന്ന കേസിൽ, ഫോർ എക്സാമ്പിൾ x² - 5x + 6 പഠിച്ചപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം തമ്മിൽ ആഡ് ചെയ്താൽ -5ഉം കിട്ടുന്ന നമ്പേഴ്സ് -2, -3 അതിൻ്റെ റൂട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഈ പോളിനോമിയലിനെ തന്നെ x+2 × x+3 എന്ന് എഴുതിയിരുന്നില്ലേ, ഓർക്കുന്നുണ്ടോ അത്? റൂട്ട്സ് അഥവാ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് എഴുതുക. കാരണം ഇക്വേഷൻ ആണെങ്കിൽ പോളിനോമിയൽ ഇക്വേഷൻ =0 ഫോമിലുള്ളതിന് സൊല്യൂഷൻ കാണുമ്പോൾ റൂട്ട്സ് എന്ന് പറയും. വെറും ഫംഗ്ഷനാണ്, ഇക്വാലിറ്റി ആയിട്ടൊന്നും എഴുതുന്നില്ല എന്നെങ്കിൽ സീറോ ഓഫ് ദ പോളിനോമിയൽ. എന്തായിക്കോട്ടെ, അതിൻ്റെ സൊല്യൂഷൻ -2, -3 ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഫാക്ടറായിട്ട് എഴുതുമ്പോൾ എക്സിൽ നിന്ന് അതിനെ കുറച്ച് എഴുതിയാൽ അതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയാം. x - -2 = x+2, x - -3 = x+3. അപ്പോൾ x+2ഉം x+3യും ഇതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയാം. അതുപോലെ ഏതൊരു പോളിനോമിയൽ, എക്സിലൊരു പോളിനോമിയലും അതിൻ്റെ സീറോ ഓഫ് ദ പോളിനോമിയൽ എക്സിൽ നിന്ന് കുറച്ച് എഴുതിയാൽ ഫാക്ടറായി. ഈ ഒരു കേസിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ഒരു കേസിൽ ഇവിടെ α1 എന്ന് പറയുന്നതാണ് നമ്മുടെ സീറോ ഓഫ് ദ പോളിനോമിയൽ. ജനറൽ പോളിനോമിയലിന് അറ്റ്ലീസ്റ്റ് 1√0 എങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ 1 നമ്മൾ α1 എന്ന് വിളിച്ചു. ആ α1നെ അപ്പോൾ നമുക്ക് ഫാക്ടർ ഫോമിൽ എങ്ങനെ എഴുതാം? x - α1 എന്ന് ഫാക്ടർ ഫോമിൽ എഴുതാം. x - α1 അതിൻ്റെ ഫാക്ടറാണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്തോ ഒരു സംഭവം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് f(x) കിട്ടും. ഇതിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് f(x) എന്ന് പറയാം. f(x) = x - α1 × q1x. q1x എന്ന് പറയുന്നത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n-1 ആണ്. കാരണം x × q1x ചെയ്യുമ്പോൾ x × x² ചെയ്താൽ x³ കിട്ടൂലേ. അതുപോലെ f(x) എന്ന് പറയുന്നത് ഡിഗ്രി n ആണ്. ഇവിടെ എക്സിൻ്റെ ഒരു ലീനിയർ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ q1x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. ഇത് n ആണെന്നുണ്ടെങ്കിൽ n-ൽ നിന്ന് ഒരു x പോയി, അങ്ങനെയാണെങ്കിൽ n-1 ഒരു പവർ പോയി, ഇനി ബാക്കി n-1 പവറേ ഇതിനുണ്ടാവുള്ളൂ. ഇപ്പോൾ q1x എന്ന് പറയുന്നത് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n-1 ആയിരിക്കും. ഇനി q1xൻ്റെ കാര്യങ്ങളൊന്നുകൂടി നോക്കാം. q1xന് അതൊരു പോളിനോമിയലാണ്. അപ്പോൾ അതിനും ഒരു സീറോ ഓഫ് ദ പോളിനോമിയൽ, അറ്റ്ലീസ്റ്റ് 1 സീറോ ഓഫ് ദ പോളിനോമിയൽ ഉണ്ടാവുമല്ലോ. അതിനെ നമുക്ക് α2 എന്ന് വിളിക്കാം. ഇപ്പോൾ q1xന് α2 എന്ന് പറയുന്ന ഒരു സീറോ ഓഫ് ദ പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിനൊരു ഫാക്ടർ ഉണ്ടാവും, x - α2 എന്നൊരു ഫാക്ടർ ഉണ്ടാവും. എന്നിട്ട് മറ്റൊരു പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതിക്കൂടെ? q1x = x - α2 × q2x എന്ന് എഴുതിക്കൂടെ? കാരണം α2 ഒരു സീറോ ഓഫ് ദ പോളിനോമിയൽ ആണെങ്കിൽ x - α2 ഒരു ഫാക്ടറാണ്. q2x എന്ന് പറയുന്നത് മറ്റൊരു പോളിനോമിയലാണ്. q2xൻ്റെ ഡിഗ്രി എന്താവും? q1xൻ്റെ ഡിഗ്രി n-1 ആണെങ്കിൽ ഇവിടെ എക്സിന് ഒരു പവർ കൊടുത്തു, ബാക്കി n-2 പവറില്ലേ q2xന് ഉണ്ടാവുള്ളൂ. അപ്പോൾ f(x) = x - α1 × x - α2 × q2x. ഇനി f(x) അങ്ങനെ എഴുതി നമുക്ക് എങ്ങനെ പോകാം? x - α, ഓരോ പോളിനോമിയലും ചുരുങ്ങിയത് ഒരു സീറോ ഓഫ് ദ പോളിനോമിയൽ ഉണ്ടാവും. നമ്മളിങ്ങനെ എഴുതി x - α1, x - α2, x - αn വരെ എത്തി. n ടൈംസ് നമുക്ക് ഫാക്ടേഴ്സ് കിട്ടി. n ഫാക്ടേഴ്സാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയത്. n ലീനിയർ ഫാക്ടേഴ്സ്, ലീനിയർ എന്നാൽ എക്സിൻ്റെ പവർ 1 ആണ്, ഡിഗ്രി 1 ആയ n ഫാക്ടേഴ്സ് കിട്ടി. നമ്മൾ തുടക്കത്തിലെ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n എന്ന് പറഞ്ഞിട്ടുണ്ട്. n ടൈംസ് x എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള q(n)x ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആയിരിക്കും. കാരണം ഇതിലും x ഉണ്ടായിരുന്നു എങ്കിൽ ഇത് n+1 ആയി പോയില്ലേ ഡിഗ്രി. അപ്പോൾ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റല്ലേ കിട്ടുക. അപ്പോൾ മൊത്തത്തിൽ n ടൈംസ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു, q(n)x ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആയിരിക്കും. അല്ലെങ്കിൽ പോളിനോമിയൽ ഓഫ് n+1 ഡിഗ്രി ആയി പോകും. സോ q(n)x ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ q(n)x = a0 എന്ന് പറയാം. അപ്പോൾ നമ്മുടെ തിയറം, എവരി പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഹാസ് n and only n zeros. നമ്മുടെ പോളിനോമിയൽ ഇതാണ്. f(x) = a0 x⁻n + a1 x⁻n-1 + etc. + n. ഈ പോളിനോമിയലിനെ നമ്മൾ മുമ്പ് പറഞ്ഞു n > 1 ആണെങ്കിൽ ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 0. അറ്റ്ലീസ്റ്റ് 1 0 എന്ന് പറയുന്നതിന് സപ്പോസ് ആൽഫ എന്നതിന് പകരം ഒരു സഫിക്സ് കൂടി ചേർത്ത് α1 എന്നാണെന്ന് വിചാരിക്കാം. അതായത് എക്സിന് ഏതോ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ f(x) മുഴുവനും 0 ആവും. ആ ഒരു വാല്യൂവിനെ നമ്മൾ α1 എന്ന് വിളിക്കുകയാണ്. ഇനി ഫാക്ടർ തിയറം പ്രകാരം x - α1 ഇതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ
എന്തുകൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും. ആ ഒരു സംഭവത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു Q1 എക്സ് എന്നെഴുതിക്കൂടെ? ഈ ഒരു Q1 എക്സ് മറ്റൊരു പോളിനോമിയലാണ്. എഫ് ഓഫ് എക്സ് ഡിഗ്രി n ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിന് ഒരു ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി Q1 എക്സിന് n-1 ഡിഗ്രി ആയിരിക്കും എന്നറിയാം. ഇനി Q1 എക്സും ഒരു പോളിനോമിയലാണ്. ഡിഗ്രി 1ലേറെ കൂടുതലായ ഒന്നായതുകൊണ്ട് അതിനും ഒരു 0 ഓഫ് ദ പോളിനോമിയലെങ്കിലും ഉണ്ടാവും. അപ്പോൾ സപ്പോസ് അത് ആൽഫ 2 ആണ് എന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് ആൽഫ 2 ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ Q1 എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? Q1 എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു Q2 എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു Q2 എക്സ് എന്നെഴുതാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 എക്സെട്രാ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ n Qn എക്സ് എന്ന് കിട്ടും. അതായത് ഈ ഒരു എഫ് ഓഫ് എക്സിനെ n ടൈംസ് എക്സ് ഉള്ള n ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി Qn എക്സിൻ്റെ കാര്യം എടുത്തു നോക്കാം. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഡിഗ്രി n ആണ്. ആൾറെഡി n ടൈംസ് എക്സ് വന്നു കഴിഞ്ഞു. എക്സ് ഇങ്ങനെ എഴുതി n ടൈംസ് ആയിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് ആൾറെഡി എക്സ് റൈസ് ടു n ഫോമിലാണ്. ഇനി ഈ Qn എക്സ് കൂടി വരുമ്പോൾ അതിലും എക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സ് റൈസ് ടു n+1 ആവും. അപ്പോൾ അത് പാടില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് Qn എക്സ് എന്നത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ Qn എക്സ് ഈക്വൽ ടു A0 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു A0 എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു എക്സെട്രാ എക്സ് മൈനസ് ആൽഫ n എന്നെഴുതാം. ഇതിനെ ജനറലൈസ് ചെയ്ത് എക്സ് മൈനസ് ആൽഫ I എന്ന് പറയാം. വേർ I is equal to 1 2 എക്സെട്രാ n. എക്സ് മൈനസ് ആൽഫ I എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ ഓരോ ആൽഫ ഐയും എഫ് ഓഫ് എക്സിൻ്റെ 0 ആണ്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ n സീറോസ് കിട്ടിക്കഴിഞ്ഞു. ഓരോ ആൽഫ ഐയും എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എക്സെട്രാ ആൽഫ n. എഫ് ഓഫ് എക്സിന് n സീറോസ് ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എക്സിന് വേറൊരു വാല്യൂ കൊടുക്കാൻ പോവുകയാണ്, ആൽഫ. ഇവിടെയൊന്നും ഇതുവരെ ആൽഫ എടുത്തിട്ടില്ല, അതിനൊക്കെ സഫിക്സ് ഉണ്ട്, ആൽഫ 1 ആൽഫ 2. അപ്പോൾ ആൽഫയുടെ പ്രത്യേകത ആ ആൽഫ ഒരിക്കലും ആൽഫ ഐന് ഈക്വൽ അല്ല. അപ്പോൾ എക്സിന് വാല്യൂ കൊടുക്കുകയാണ് ആൽഫ. എന്നിട്ട് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് ആൽഫ ആവുമ്പോൾ 0 ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ആൽഫ കൂടി 0 ഓഫ് പോളിനോമിയൽ ആവില്ലേ? അപ്പോൾ ആൽഫ കാണാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു A0 ആൽഫ മൈനസ് ആൽഫ 1 ആൽഫ മൈനസ് ആൽഫ 2 ആൽഫ മൈനസ് ആൽഫ n. ആൽഫയിൽ നിന്ന് ഇവ കുറച്ചാൽ ഒരിക്കലും 0 വരില്ല, കാരണം ആൽഫ ആൽഫ ഐന് ഈക്വൽ അല്ലല്ലോ. അപ്പോൾ ഇതൊന്നും 0 അല്ല. പിന്നെ A0, അതിൻ്റെ മെയിൻ കണ്ടീഷൻ തന്നെ A0 നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൂടെ? അപ്പോൾ എന്താവും? ആൽഫ ഇസ് നോട്ട് എ 0 ഓഫ് എഫ് ഓഫ് എക്സ്. ആൽഫ 1 ആൽഫ 2 എക്സെട്രാ ആൽഫ n മാത്രമാണ് 0 ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം നമ്മുടെ തിയറം ഹെൻസ് n ആൻഡ് ഓൺലി n സീറോസ് എന്നുള്ളത് പ്രൂവായി. അതായത് ഡിഗ്രി 2 ആണെങ്കിൽ അതിന് മാക്സിമം 2 സീറോസേ ഉണ്ടാവുള്ളൂ ആ ഒരു പോളിനോമിയൽ ഫംഗ്ഷന്. അതുപോലെ ഡിഗ്രി 3 ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പോളിനോമിയൽ ഇക്വേഷന് മാക്സിമം 3 സീറോസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് തിയറം. അടുത്തത് പോളിനോമിയൽ ഇക്വേഷൻസ്. ഇതാണ് നമ്മുടെ പോളിനോമിയൽ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ തന്നെ നമ്മൾ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് 0 നോട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോളിനോമിയൽ ഇക്വേഷനായി. പോളിനോമിയൽ ഫംഗ്ഷനും പോളിനോമിയൽ ഇക്വേഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ആൽഫ എന്ന് പറയുന്നത് ഇക്വേഷൻ ആണെങ്കിൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയും. ആൽഫ എന്ന് പറയുന്നത് തന്നെ പോളിനോമിയൽ ആണ് ഇവിടെ എന്നുണ്ടെങ്കിൽ, അതായത് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൽഫയെ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയും. അത്രേ ഇതിലുള്ളൂ. പിന്നെ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ അതേ തിയറം ഇക്വേഷൻ്റെ ടേംസിൽ പറയുന്നതും പിന്നെ അതിൽ തന്നെ പോളിനോമിയൽ ഇക്വേഷൻസിൻ്റെ കുറച്ച്
ഫോംസ് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ അതിൻ്റെ ഫോംസ് ചോദിച്ചാൽ ചോദിക്കും. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതിൽ ബൈനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നുണ്ട്. ബൈനോമിയൽ കോഫിഷ്യൻസ് ഇപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. 5th സെമ്മിൽ ബൈനോമിയൽ കോഫിഷ്യൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് തിയറം. If the equation a0 x raised to n plus a1 x raised to n minus 1 plus etc. plus an minus 1 x plus n equal to 0, where a0, a1, a2, etc. n are real numbers, a0 not equal to 0 has a complex root alpha plus I beta, then it has also a complex root alpha minus I beta. അതായത് നമ്മുടെ പോളിനോമിയൽ ഇക്വേഷന് അറ്റ്ലീസ്റ്റ് 1 റൂട്ട് ഉണ്ടാവില്ലേ? കോംപ്ലക്സ് നമ്പേഴ്സും കോംപ്ലക്സ് റൂട്ട്സും നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതായത് നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് b² - 4ac <0 ആവുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ √(-1) ഫോമിലൊക്കെ വരും. അങ്ങനെ കോംപ്ലക്സ് നമ്പേഴ്സൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിന് റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും. ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് പറയുമ്പോൾ ഇതിൽ ആൽഫ എന്ന് പറയുന്നതും ബീറ്റ എന്ന് പറയുന്നതും റിയൽ നമ്പേഴ്സാണ്. ആൽഫ എന്ന് പറയുന്നത് ഇതിൻ്റെ റിയൽ പാർട്ടാണ്. ഐ ബീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയാൻ കാരണം ഈ ഐൻ്റെ കൂടെയുള്ളതിനാണ് ഇമാജിനറി കോഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുക. ഈ ഐ ഇല്ലാത്ത ടേമിനെ റിയൽ പാർട്ട് എന്നും വിളിക്കും. അടുത്ത സെമ്മിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ആൽഫ പ്ലസ് ഐ ബീറ്റ ഒരു കോംപ്ലക്സ് റൂട്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയണമെങ്കിൽ ഈ ബീറ്റ ഒരിക്കലും 0 ആവാൻ പാടില്ല. ഈ ബീറ്റ 0 ആണെങ്കിൽ എന്താ പറയുക? ഈ ഐ ബീറ്റ 0 ആയി പോവും. ആൽഫ എന്ന് മാത്രം വെറും ഒരു റിയൽ നമ്പറായി മാറും, ഒരു കോംപ്ലക്സ് റൂട്ട് ആവില്ല. ഒരു കോംപ്ലക്സ് റൂട്ട് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ബീറ്റ 0 ആവാൻ പാടില്ല. ഇമാജിനറി പാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ അതൊരു കോംപ്ലക്സ് റൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ തിയറത്തിലേക്ക് വരാം. തിയറം എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ പോളിനോമിയൽ ഇക്വേഷൻസിൻ്റെ റൂട്ടാണ് ആൽഫ പ്ലസ് ഐ ബീറ്റ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആൽഫ പ്ലസ് ഐ ബീറ്റ അതിൻ്റെ റൂട്ടാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് ആൽഫ മൈനസ് ഐ ബീറ്റയും അതിൻ്റെ റൂട്ടാണ് എന്നുള്ളതാണ്. കോൺജുഗേറ്റ് പെയർ എന്നാൽ ഒന്ന് പ്ലസ് ആണെങ്കിൽ മറ്റേതിൻ്റെ മൈനസ് സൈൻ മാറ്റി കൊടുത്താൽ മതി. ആൽഫ പ്ലസ് ഐ ബീറ്റ റൂട്ടാണെന്ന് നമുക്കറിയാം. ഈ ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന റൂട്ടിനെ എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറായിട്ട് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ഇതെഴുതണം. എക്സിൽ നിന്ന് കുറച്ച് എഴുതുമ്പോൾ എക്സ് മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്നൊരു ടേം എടുത്തു. ഇനി ഞാൻ അതുപോലെ വെറുതെ ആൽഫ മൈനസ് ഐ ബീറ്റ അങ്ങനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റ എന്നെഴുതും. ഞാൻ ഈ രണ്ട് ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. നിലവിൽ ആൽഫ മൈനസ് ഐ ബീറ്റ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇത് റൂട്ടാണ് ഫാക്ടർ ഫോമിൽ എഴുതിയത്. ആൽഫ മൈനസ് ഐ ബീറ്റ ഇതിൻ്റെ ഫാക്ടർ ആവാം, അല്ലാണ്ടിരിക്കാം, അറിയില്ല. പക്ഷേ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഒന്ന് ഞാൻ ഈ ബ്രാക്കറ്റ്സ് ഷിഫ്റ്റ് ചെയ്യാണ്. ഈ എക്സ് മൈനസ് ആൽഫനെ ഒരു ടേം ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ പ്ലസ് ഐ ബീറ്റനെ വേറൊരു ടേം ആയിട്ട് എഴുതുക. അതുപോലെ ഇവിടെയും എക്സ് മൈനസ് ആൽഫനെ ഒരു ടേം ആയിട്ട് എഴുതുക, മൈനസ് ഐ ബീറ്റനെ വേറൊരു ടേം ആയിട്ട് എഴുതുക. അപ്പോൾ നോക്കൂ, ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലായില്ലേ? എന്തെഴുതാം? a² - b² എന്നെഴുതാം. ഇവിടെ എ എന്താണ്? എക്സ് മൈനസ് ആൽഫ ആണ്. ബി ഐ ബീറ്റയാണ് ബി. അപ്പം എക്സ് മൈനസ് ആൽഫ സ്ക്വയർ മൈനസ് ഐ ബീറ്റ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ എന്താ? ഐ എന്താ ആദ്യം? √(-1) ആണ്. ഐ സ്ക്വയറോ? √-1 ഹോൾ സ്ക്വയർ. അപ്പോൾ -1 ആണ് ഐ സ്ക്വയർ. അപ്പോൾ ഇവിടെ -1 ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ഇത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ് എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഏതൊരു പോളിനോമിയലെയും ഒരു റിയൽ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൈനസ് കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. പ്രൂവ് ചെയ്യാൻ അങ്ങനെ ഫോം മാറ്റാറുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ടേം കൊണ്ട് ഞാനിതിനെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. പോളിനോമിയൽ ഡിവിഷൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഡിവിഷൻ എങ്ങനെയായിരിക്കും? ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവിഷൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ. അതായത് ഇവിടെയാണ് പോളിനോമിയൽ എങ്കിൽ സംതിങ് എന്തോ ഒന്നുകൊണ്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കോഷ്യൻ്റ്, ഒരു ആൻസറും കിട്ടും. അതുപോലെ തന്നെ എനിക്കൊരു റിമൈൻഡറും കിട്ടും. ഇത് പോളിനോമിയൽ ആയതുകൊണ്ട് റിമൈൻഡർ ഞാനൊരു പോളിനോമിയൽ ഫോമിൽ ax + b എന്ന് പറഞ്ഞെഴുതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഫാക്ടറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്നും കിട്ടില്ല. ഫോർ എക്സാമ്പിൾ 6/2 ചെയ്യുമ്പോൾ 2 6ൻ്റെ ഫാക്ടറാണ്, നമുക്ക് കറക്റ്റായ ഒരു ഇൻറ്റിജർ 3 ആണ് കിട്ടുക. ഇവിടെ 3 മാത്രമേ ഉണ്ടാവുള്ളൂ, റിമൈൻഡർ ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് 7/2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു റിമൈൻഡർ വരും. ആ ഒരു കേസ് തന്നെയാണ് ഇവിടെ.
അപ്പോൾ ഫാക്ടർ ആണെങ്കിലും അല്ലെങ്കിലും ജനറൽ ഡിവിഷൻ്റെ ഫോം ഇങ്ങനെയാണല്ലോ. ഈ കേസിൽ എഫ് ഓഫ് എക്സ് എഴുതാം. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ സംഭവം എഴുതാം. എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഒരു കോഷ്യൻ്റ് കിട്ടി ക്യൂ ഓഫ് എക്സ്. താഴെ ഒരു റിമൈൻഡർ എ എക്സ് പ്ലസ് ബിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതുന്ന ചടങ്ങാണിത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി എന്നെഴുതാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഞാനിതിനെ വീണ്ടും പണ്ടത്തെ ഫോമിലേക്ക് മാറ്റാൻ പോവുകയാണ്. എങ്ങനെയായിരുന്നു അത്? എക്സ് മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റ. ഇതിൽ നിന്നല്ലേ ഇത് കിട്ടിയത്? ബാക്കി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എ എക്സ് പ്ലസ് ബി എന്നെഴുതിക്കൂടെ ഇതിനെ? അപ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടി. ഇനി എഫ് ഓഫ് എക്സിൽ എക്സിന് വാല്യൂ കൊടുക്കുകയാണ്. നമുക്കറിയാം ആൽഫ പ്ലസ് ഐ ബീറ്റ അതിൻ്റെ റൂട്ടാണ്. ഈ എക്സിന് പകരം എഫ് ഓഫ് എക്സിൽ ആൽഫ പ്ലസ് ഐ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്താണെന്ന് നോക്കാം. ഇത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ ആണെങ്കിൽ ഇവിടെ എക്സ് ഉള്ള സ്ഥലത്തൊക്കെ ആൽഫ പ്ലസ് ഐ ബീറ്റ കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ ആൽഫ പ്ലസ് ഐ ബീറ്റ മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ 0 കിട്ടും. പിന്നെ ഇതും. അപ്പോൾ ഈ ഒരു ടേം മുഴുവനായിട്ട് 0 ആയി പോവും. എന്നാലും വെറുതെ കാണിക്കുക. ക്യൂ ഓഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഈ 0 ഇൻറ്റു സംതിങ് മൊത്തത്തിൽ 0 ആയി പോവും. പ്ലസ് ഇനി എ എക്സ് പ്ലസ് ബി എന്താവും? എ ഇൻറ്റു ആൽഫ പ്ലസ് ഐ ബീറ്റ പ്ലസ് ബി ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് ആൽഫ പ്ലസ് ഐ ബീറ്റ എന്ന് കിട്ടും. ആൽഫ പ്ലസ് ഐ ബീറ്റ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട് ആയതുകൊണ്ട് തന്നെ എക്സിന് പകരം ഈ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇത് ഈക്വൽ ടു ടോട്ടൽ 0 കിട്ടണം. എന്നാലല്ലേ ഇത് റൂട്ടാവൂ. ഇത് 0 ആവണമെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള എ ഇൻറ്റു ആൽഫ പ്ലസ് ഐ ബീറ്റ പ്ലസ് ബി ഈക്വൽ ടു 0 കിട്ടണം. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എ ആൽഫ പ്ലസ് ഐ എ ബീറ്റ പ്ലസ് ബി ഈക്വൽ ടു 0 കിട്ടണം. ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും 0 ആയി കിട്ടണം. ഇതാണല്ലോ ഇതിൻ്റെ ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് മാത്രമുള്ളത്. എ ആൽഫ പ്ലസ് ബി ഈക്വൽ ടു 0 ആവണം. അതുപോലെ തന്നെ എ ബീറ്റയും 0 ആവണം. അതിന് ഇമാജിനറി പാർട്ട്. ഇത് രണ്ടും 0 ആയാലേ മൊത്തത്തിൽ 0 ആവുകയുള്ളൂ. ഇത് രണ്ടും 0 ആവാനുള്ള കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഈ ബീറ്റ ഒരിക്കലും 0 ആവാൻ പാടില്ല. കാരണം ബീറ്റ 0 ആയാൽ നമ്മുടെ കോംപ്ലക്സ് റൂട്ടാണ് എന്ന് പറഞ്ഞ് ആൽഫ പ്ലസ് ഐ ബീറ്റ കോംപ്ലക്സ് അല്ലാണ്ടായി പോവില്ലേ? അപ്പോൾ ബീറ്റ ഒരിക്കലും 0 ആവാൻ പാടില്ല. എ ബീറ്റ 0 ആവണേൽ എ 0 ആവണം. എ 0 ആണേൽ നമ്മൾ ഈ ഇക്വേഷനിൽ ഇവിടെ എ 0 കൊടുത്ത് നോക്കൂ. ബിയും 0 ആയിരിക്കും. എയും 0 ആണ്, ബിയും 0 ആണ് എങ്കിൽ നമ്മളുടെ എ എക്സ് പ്ലസ് ബിയും 0 അല്ലേ? റിമൈൻഡറും 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് മാത്രം എഴുതാം. എ എക്സ് പ്ലസ് ബി ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ മൈനസ് ഐ ബീറ്റയും എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും. എഫ് ഓഫ് ആൽഫ മൈനസ് ഐ ബീറ്റ 0 ആയിരിക്കും. ആൽഫ മൈനസ് ഐ ബീറ്റ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടായിരിക്കും. അതായത് ആൽഫ പ്ലസ് ഐ ബീറ്റ ഇതിൻ്റെ റൂട്ടാണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റയും ഇതിൻ്റെ റൂട്ടാണ്. നെക്സ്റ്റ് പ്രോബ്ലം. ഇതിൻ്റെ ഒരു റൂട്ട് തന്നിട്ടുണ്ട് -1 പ്ലസ് ഐ. -1 പ്ലസ് ഐ അതിൻ്റെ റൂട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഐ വരുന്നതുകൊണ്ട് ഇത് കോംപ്ലക്സ് റൂട്ടാണ്. അതിൻ്റെ കോൺജുഗേറ്റ് പെയറായ -1 മൈനസ് ഐയും അതിൻ്റെ റൂട്ടായിരിക്കും എന്നറിയാം. ഇത് രണ്ടും റൂട്ടാണെങ്കിൽ ഇതിന് രണ്ടിനെയും എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാക്കി എങ്ങനെ എഴുതാം? എക്സ് മൈനസ് -1 പ്ലസ് ഐ എക്സ് മൈനസ് -1 മൈനസ് ഐ. നൗ ഷിഫ്റ്റിംഗ് ബ്രാക്കറ്റ്സ്. എക്സ് പ്ലസ് 1 പ്ലസ് ഐ അതുപോലെ തന്നെ എക്സ് പ്ലസ് 1 മൈനസ് ഐ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലായില്ലേ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? -1 ആണ്. അപ്പോൾ -1 പ്ലസ് 1 ആവും. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് -1.
മൊത്തത്തിൽ എന്തെഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. അപ്പോൾ പകുതി കിട്ടി. 2 റൂട്ട് ഇതിൽ നിന്ന് ആൾറെഡി കിട്ടി. ബാക്കി 2 റൂട്ട് കിട്ടണമെങ്കിൽ ഇത് ഇൻറ്റു സംതിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടണം അല്ലേ? അപ്പോൾ ഏതാ സംതിങ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സിനെ ഇതോട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഈ സംതിങ് എന്താണെന്ന് കിട്ടും. എഫ് ഓഫ് എക്സിനെ ഇതോട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. സംഭവം സിമ്പിളാണ്, പക്ഷെ ചിലരൊക്കെ മറന്നുണ്ടാവുമെന്ന് കരുതിയാണ് ഇത് പറയാൻ നിൽക്കുന്നത്. ഈ ഡിവിഷൻ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. ആദ്യം ഇതിലെ ഫസ്റ്റ് ടേം നോക്കുക. എക്സ് റേസ് ടു 4 കിട്ടണം. എക്സ് റേസ് ടു 4 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സംതിങ് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സ് റേസ് ടു 4 കിട്ടുക. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ടേമിനെ ഇതിലെ ഫസ്റ്റ് ടേമുമായി കമ്പയർ ചെയ്ത് നോക്കുക. എക്സ് റേസ് ടു 4 ഇവിടെ, എക്സ് സ്ക്വയർ ഇവിടെ. എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 ആവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ആയിരിക്കും. എന്നാലല്ലേ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 കിട്ടുള്ളൂ. ഇനി ഈ ഒരു എക്സ് സ്ക്വയറിനെ കൊണ്ട് തന്നെ ഇതിലെ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്ത് ബാക്കി എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x 2x ക്യൂബ്, എക്സ് സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് 2x സ്ക്വയർ. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ 0. 4 മൈനസ് 2 2x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ, ബാക്കി 2x മൈനസ് 2 ആണ്. സാധാരണ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ. ഇനി അടുത്തത് നോക്കുക. 2x ക്യൂബാണ് ഉള്ളത്. ഈ 2x ക്യൂബ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ആൾവേസ് ഫസ്റ്റ് ടേമുമായാണ് കമ്പാരിസൺ. ഇവിടെ 2 ഇല്ല, അതുകൊണ്ട് തന്നെ മുകളിൽ 2 വേണം. അപ്പോൾ പ്ലസ് 2 കൊടുത്തു. പിന്നെ ഇവിടെ എക്സ് സ്ക്വയർ ആണ്. എക്സ് ക്യൂബ് ആവണേൽ ഒരു എക്സും കൂടി വേണം. അപ്പോൾ ഒരു എക്സ് കൊടുത്തു. അപ്പോൾ 2x ഇൻറ്റു എക്സ് സ്ക്വയർ 2x ക്യൂബ്, 2x ഇൻറ്റു 2x 4x സ്ക്വയർ, 2x ഇൻറ്റു 2 4x. 0 3 മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ, 2 മൈനസ് 4 മൈനസ് 2x. ഇനി ഇവിടെ ഒരു മൈനസ് 2ഉം. ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ആണ്, ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ -1 -1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, -1 ഇൻറ്റു 2x മൈനസ് 2x, -1 ഇൻറ്റു 2 -2 ആയില്ലേ? നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് ഇതാണ്. ഇത് ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതായത് എക്സ് റേസ് ടു 4 പ്ലസ് 4x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ പ്ലസ് 2x മൈനസ് 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 എന്ന് പറയാം. ഇതിൽ നിന്നുള്ള 2 റൂട്ട്സ് നമുക്ക് ആൾറെഡി അറിയാം. ഇനി ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a ചെയ്യുമ്പോൾ ഈ ഒന്നിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഇവിടെ a = 1 ആണ്, b = 2 ആണ്, c = -1 ആണ്. ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ചെയ്താൽ എന്ത് കിട്ടും? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 മൈനസ് 4ac, c = -1 ആണ്. അപ്പോൾ പ്ലസ് 4/2. അപ്പോൾ എന്ത് കിട്ടും? -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 8/2 എന്ന് കിട്ടും. ഇനി ഈ റൂട്ട് 8നെ എങ്ങനെ എഴുതാം? 4 × 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 × 2/2. 4നെ പുറത്തേക്ക് എടുക്കുക. റൂട്ട് 4 എന്താണ്? 2 ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? -2 പ്ലസ് ഓർ മൈനസ് 2√2/2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഈ 2 ഒക്കെ ക്യാൻസലായിപ്പോയി. നമുക്ക് എന്താ കിട്ടുക? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 എന്ന് കിട്ടും. നിലവിൽ -1 പ്ലസ് i ഒരു റൂട്ടാണ്, -1 മൈനസ് i വേറൊരു റൂട്ടാണ്. ഇപ്പം കിട്ടിയ ഇത് രണ്ടും റൂട്ടാണെങ്കിൽ -1 മൈനസ് റൂട്ട് 2 ഒരു റൂട്ടാണ്, -1 പ്ലസ് റൂട്ട് 2 ഒരു റൂട്ടാണ്. ഇതിന് മാക്സിമം 4 റൂട്ടേ ഉണ്ടാവുള്ളൂ. കാരണം എക്സ് റേസ് ടു 4 എന്ന് പറയുമ്പോൾ ഡിഗ്രി 4 ആണ്. മാക്സിമം പോയാൽ ഈ 4 റൂട്ടേ അതിനുള്ളൂ. ഇതിനപ്പുറം ഒരു റൂട്ട് അതിനില്ല. Next theorem. In an equation with rational coefficients, the roots which are quadratic surds occur in conjugate pairs. ഒരു ഇക്വേഷന് റാഷണൽ കോഎഫിഷ്യൻസ് ആണ് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സെട്ര എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള കോഎഫിഷ്യൻസ് ഇതുവരെ ഇൻറ്റീജേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
ഇവിടെയുള്ള കോഎഫിഷ്യൻസ് ഒക്കെ റാഷണൽ കോഎഫിഷ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നവ. ഈ കോഎഫിഷ്യൻസ് ഒക്കെ റാഷണൽ കോഎഫിഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട്സിനെ ക്വാഡ്രാറ്റിക് സർഡ്സ് എന്ന് വിളിക്കും. ക്വാഡ്രാറ്റിക് സർഡ്സ് എന്ന് വിളിക്കാൻ കാരണം നമ്മുടെ അടുത്തുള്ളത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. റാഷണൽ കോഎഫിഷ്യൻസ് ഉള്ള ഒരു ഇക്വേഷന് ഇറാഷണൽ ആയിട്ട് റൂട്ട് കിട്ടാം. ഇറാഷണൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എക്സാമ്പിൾ ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ. റൂട്ട് ബീറ്റ എന്ന് പറയാൻ കാരണം പെർഫെക്റ്റ് റൂട്ട് അല്ലാത്തത് എന്തും ഇറാഷണൽ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഇറാഷണൽ എക്സ്പ്രഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ റൂട്ട്സിനെയാണ് ക്വാഡ്രാറ്റിക് സർഡ്സ് എന്ന് പറയുന്നത്. ഒരു ഇറാഷണൽ റൂട്ട് ഉണ്ടെങ്കിൽ ഇതും കോഞ്ചുഗേറ്റ് പേഴ്സിലാണ് ഉണ്ടാവുക എന്നാണ് തിയറം പറയുന്നത്. അതായത് ആൽഫ പ്ലസ് റൂട്ട് ബീറ്റ എന്നൊരു റൂട്ട് ഈ റാഷണൽ കോഎഫിഷ്യൻസ് ഉള്ള ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൽഫ മൈനസ് റൂട്ട് ബീറ്റ എന്നൊരു റൂട്ട് കൂടി ഉണ്ടാവും. ക്വാഡ്രാറ്റിക് സർഡ് എന്താ? ഇറാഷണൽ എക്സ്പ്രഷനാണ്. ഇറാഷണൽ എക്സ്പ്രഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടിൽ വരും. റൂട്ട്സ് കോഞ്ചുഗേറ്റ് പെയേഴ്സ് ആവും. ഇതിൻ്റെ പ്രൂഫ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കോഞ്ചുഗേറ്റ് പെയേഴ്സിൻ്റെ പ്രൂഫ് പറഞ്ഞ അതേപോലെ തന്നെയാണ് ക്വാഡ്രാറ്റിക് സർഡ്സിൻ്റെ കോഞ്ചുഗേറ്റ് പെയേഴ്സിൻ്റെ പ്രൂഫും സിമിലർ ആണ്. അപ്പം ഞാനത് പറയുന്നില്ല, അത് നോക്കിയാൽ ഇതും മനസ്സിലാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. പിന്നെ ഇതിലൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, അതും മറ്റേ പ്രോബ്ലത്തിനോട് സിമിലർ ആണ്. അതുകൊണ്ട് ഞാൻ അതും ചെയ്യുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം. നെക്സ്റ്റ് തിയറം. If the rational number P/Q a fraction in its lowest term so that P, Q are integers prime to each other, Q not equal to 0 is a root of the equation a0 x raised to n plus a1 x raised to n minus 1 plus etc. plus an minus 1 x plus an equal to 0, where a0, a1 etc. an are integers and a0 not equal to 0, then P is a divisor of an and Q is a divisor of a0. അതായത് ഈ തിയറം പറയുന്നത് പോളിനോമിയൽ ഇക്വേഷനിൽ a0, a1 എക്സെട്ര an വരെയുള്ളത് ഇൻറ്റീജേഴ്സാണ്. കോഎഫിഷ്യൻസ് കറക്റ്റ് നമ്പേഴ്സാണ്. ഇവിടെ റാഷണൽ നമ്പേഴ്സ് ഒന്നുമല്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന റൂട്ട്സ്, അതായത് സോൾവ് ചെയ്താൽ കിട്ടാൻ പോകുന്ന റൂട്ട്സ് എങ്ങനെയാണ്? P/Q ഫോമിലാണ്, റാഷണൽ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നേരത്തെ റാഷണൽ നമ്പർ കോഎഫിഷ്യൻസ് ആയിരുന്നു, ഇറാഷണൽ നമ്പർ ആയിരുന്നു അതിൻ്റെ റൂട്ട്. ഇതങ്ങനെയല്ല, ഇൻറ്റീജേഴ്സ് തന്നെയാണ് കോഎഫിഷ്യൻസ്, പക്ഷേ റൂട്ട്സ് എന്താണ്? റാഷണൽ നമ്പറാണ് അതിൻ്റെ റൂട്ട്. ഇങ്ങനെ ഒരു റാഷണൽ നമ്പർ ഈ ഒരു പോളിനോമിയലിൻ്റെ റൂട്ടായി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലെ P എന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് an ആയിരിക്കും. ഡിവൈസർ ഓഫ് an എന്ന് പറയുന്നത് an-നെ P കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് നമ്പർ കിട്ടും, ഡെസിമൽ ഒന്നുമില്ലാതെ. ഈ P കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തു പോകും. അതുപോലെ തന്നെ Q എന്ന് പറയുന്നത് ഡിവൈസർ ഓഫ് a0 ആണ്. അതായത് a0 Q ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ഒരു നമ്പർ കിട്ടും, ഡെസിമൽ ഒന്നുമില്ലാതെ. അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും ഒരു റിമൈൻഡർ വരില്ല. റിമൈൻഡർ വരാതെ ഒരു കോഷ്യൻ നമുക്ക് കിട്ടും. നമ്മളുടെ a0, a1 എല്ലാം ഇൻറ്റീജേഴ്സാണ്. ഇതെല്ലാതും ഇൻറ്റീജേഴ്സാണ്. നമുക്ക് കിട്ടുന്ന റൂട്ടാണ് P/Q. ഇത് റൂട്ടാണ് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് P/Q ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണ്ടേ, എന്നാലല്ലേ ഇത് റൂട്ട് എന്ന് പറയുള്ളൂ. അപ്പോൾ എഫ് ഓഫ് P/Q ഒന്ന് ചെയ്ത് നോക്കാം. എഫ് ഓഫ് P/Q ഈക്വൽ ടു a0 P/Q ഹോൾ റേസ് ടു n പ്ലസ് a1 P/Q ഹോൾ റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 P/Q പ്ലസ് n ഈക്വൽ ടു 0 ഇങ്ങനെ കിട്ടണം. ഇതിനെ എല്ലാം കൂടി Q റേസ് ടു n-മായി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓൺ മൾട്ടിപ്ലൈയിങ് വാട്ട് വി ഗെറ്റ് ഇസ് ഈക്വൽ ടു a0 P റേസ് ടു n, ഇവിടുത്തെ Q റേസ് ടു n-ഉം ഇവിടുത്തെ Q റേസ് ടു n-ഉം ക്യാൻസൽ ആയിപ്പോയി, പ്ലസ് a1 P റേസ് ടു n മൈനസ് 1 അവിടെ തന്നെ ഉണ്ട്. ഇവിടെ Q റേസ് ടു n ബൈ Q റേസ് ടു n മൈനസ് 1 ആണ്. അപ്പോൾ Q റേസ് ടു n മൈനസ് 1 ക്യാൻസലായി, ബാക്കി Q മാത്രം ഇവിടെ ബാക്കി നിൽക്കും, പ്ലസ് എക്സെട്ര പ്ലസ് an മൈനസ് 1. ഇവിടെ Q റേസ് ടു n ബൈ Q ഉണ്ട്. അപ്പോൾ Q റേസ് ടു n മൈനസ് 1 ബാക്കി ഉണ്ടാവും. Q റേസ് ടു n മൈനസ് 1 പ്ലസ് an Q റേസ് ടു n ബാക്കി ഉണ്ടാവും. ഇതിൽ നിന്ന് ഈ ഒരു a0 P റേസ് ടു n ഉണ്ടല്ലോ, ഈ a0 P റേസ് ടു n-നെ ഞാൻ RHSലോട്ട് കൊണ്ടുപോകും. RHSലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുക? a1 P റേസ് ടു n മൈനസ് 1 Q പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 P Q റേസ് ടു n മൈനസ് 1 പ്ലസ് an Q റേസ് ടു n ഇസ് ഈക്വൽ ടു, ഇതപ്പുറം പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് a0 P റേസ് ടു n ആവും.
ഇനി ഇതിനെ ത്രൂ ഔട്ട് ഞാനൊരു ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്യൂവും ക്യാൻസൽ ആവില്ലേ? ബാക്കി a1 p⁻n−1 പ്ലസ് എക്സെട്ര പ്ലസ് an−1 p q⁻n−1/q. അപ്പോൾ എന്താവും? q⁻n−2 ബാക്കി ഉണ്ടാവുള്ളൂ. ഒരു ക്യൂ വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഇനിയൊരു പ്ലസ് an q⁻n/q. ഒരു ക്യൂവും വെട്ടിപ്പോയി. ബാക്കി q⁻n−1 ബാക്കി ഉണ്ടാവുള്ളൂ. ഈസ് ഈക്വൽ ടു -a0 p⁻n/q എന്ന് കിട്ടും. നമ്മൾ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? a0 a1 എക്സെട്ര an വരെ ഇൻറ്റീജേഴ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയാലല്ലേ p/q റാഷണൽ ആവുള്ളൂ. ഇതെല്ലാതും ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ഇൻറ്റീജേഴ്സ് ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തിയറം പ്രകാരം ഇതിൻ്റെ രണ്ട് സൈഡും മൊത്തത്തിൽ ഒരു ഇൻറ്റീജർ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീജർ കിട്ടണം. ഇതും ഒരു ഇൻറ്റീജർ ആയിരിക്കും, ഇതും ഒരു ഇൻറ്റീജർ ആയിരിക്കും. ഇതും ഒരു ഇൻറ്റീജറായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ q(a0 p⁻n) ഡിവൈഡ് ചെയ്യുന്നുണ്ട്. q ഈസ് എ ഡിവൈസർ ഓഫ് a0 p⁻n എന്ന് പറയാം. ഇനി a0 p⁻n എന്ന ടേം എടുക്കുമ്പോൾ ഇതിൽ p എന്ന ടേമിനെ q ഡിവൈഡ് ചെയ്യില്ല. കാരണം നമ്മുടെ തിയറത്തിൽ തന്നെ പറയുന്നുണ്ട് p ആൻഡ് q ആർ പ്രൈം ടു ഈച്ച് അതർ. അതായത് അവർ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത രണ്ട് നമ്പേഴ്സാണ്. അപ്പോൾ p⁻n ഒരിക്കലും q ഡിവൈഡ് ചെയ്യില്ല. പിന്നെ ക്യൂക്ക് ആരെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു നമ്പർ ആക്കാൻ സാധിക്കുള്ളൂ? a0 സാധിക്കുള്ളൂ. അപ്പോൾ a0 q ഡിവൈഡ് ചെയ്യും. അങ്ങനെ q എന്ന് പറയുന്നത് a0 ഒരു ഡിവൈസർ ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു പാർട്ടിൽ a0 p⁻n ആർച്ചസിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റെപ്പ് മുതൽ a0 p⁻n അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പകരം an q⁻n ഇപ്പുറത്ത് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് വരുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും? ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ -an q⁻n ഉണ്ടാവും ഡിവൈഡഡ് ബൈ, എന്നിട്ട് q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ത്രൂ ഔട്ട് നമ്മൾ p കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് ഇൻറ്റിജർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? q⁻n ഒരിക്കലും p ഡിവൈഡ് ചെയ്യില്ല. കാരണം പ്രൈം ടു ഈച്ച് അതർ ആയതുകൊണ്ട് an p ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് p ഈസ് എ ഡിവൈസർ ഓഫ് an എന്ന് പറയാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടിൻ്റെ അതേപോലെ ആയതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഞാൻ പറയുന്നില്ല, നോക്കി മനസ്സിലാക്കുക. Next theorem, every rational root of the equation x⁻n plus a1 x⁻n−1 plus etc. plus an−1x plus an equal to 0, where each ai is an integer must be an integer. Moreover, every such root must be a divisor of the constant an. അതായത് നമ്മളുടെ ഈ കോഎഫിഷ്യൻസ് എല്ലാതും തന്നെ ഇൻറ്റിജർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ കോഎഫിഷ്യൻസ് ഒക്കെ ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ റൂട്ടും ഇൻറ്റിജർ ആയിരിക്കും. അതുപോലെ ആ റൂട്ട് an ഡിവൈസറുമായിരിക്കും. ഇൻറ്റിജർ റൂട്ട് ഡിവൈസർ ഓഫ് an ആയിരിക്കും. ഇതിന് ഒരു കുഞ്ഞു പ്രൂഫുമുണ്ട്. അതായത് നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ a0 x⁻n പ്ലസ് എക്സെട്ര എന്നുണ്ടല്ലോ. a0 ഈക്വൽ ടു ഈ ഇക്വേഷനിൽ എന്താണ്? a0 ഈക്വൽ ടു 1 ആണ് അല്ലേ? a0 ഈക്വൽ ടു 1 വാല്യൂ ആണ്. നമ്മൾ പറഞ്ഞു p/q ഒരു റാഷണൽ റൂട്ട് ഉണ്ടെങ്കിൽ a0 1 ആണ് എന്നുണ്ടെങ്കിൽ q ഈസ് എ ഡിവൈസർ ഓഫ് a0 എന്നാണല്ലോ. അപ്പോൾ ഇവിടെ q 1 ഒരു ഡിവൈസർ ആണ് എന്ന് പറയണമെങ്കിൽ 1 ഡിവൈസർ ആരേ ആവാൻ പാടുള്ളൂ? 1 ആവുള്ളൂ. അപ്പോൾ q ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? q ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. q ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതെന്താവും? ഒരു ഇൻറ്റിജർ ആവും. വെറും p എന്ന ഒരു ഇൻറ്റിജർ ആവും. അപ്പോൾ നേരത്തെ തിയറം വെച്ച് p an ഒരു ഡിവൈസർ ആവും. അങ്ങനെ ഒരു കുഞ്ഞി പ്രൂഫും അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് നമ്മുടെ f(x=0) പോളിനോമിയൽ ഇക്വേഷൻ. റൂട്ട് റാഷണൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് p/q ഫോമിലായിരിക്കും. p/q ഫോമിലാണെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച തിയറം എന്താണ്? p ഈസ് എ ഡിവൈസർ ഓഫ് an and q ഈസ് എ ഡിവൈസർ ഓഫ് a0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? p ഈസ് എ ഡിവൈസർ ഓഫ് 1 ആണ്. അതേപോലെ തന്നെ q ഈസ് ഡിവൈസർ ഓഫ് 4 ആണ്. 1 ഡിവൈസർ ഏതൊക്കെയാണ്? 1 ഡിവൈസർ 1 തന്നെയാണ്. അതിനെ +or -1 എന്ന് വേണമെങ്കിൽ എഴുതാം. q ഡിവൈസറോ
ക്യൂവിൻ്റെ ഡിവൈസസ് ക്യാൻ ബി 1, 2 or 4. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 1 ഇവിടെ പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഇൻ ഇഫക്റ്റ് രണ്ടും ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ആയാലും മൾട്ടിപ്ലൈ ചെയ്ത് ക്യാൻസലായി പോകും. ഇൻ ഇഫക്റ്റ് ഏതെങ്കിലും ഒന്നിന് പ്ലസ് ഓർ മൈനസ് മതി നമുക്ക് എല്ലാ പോസിബിലിറ്റീസും കിട്ടാൻ. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ക്യാൻ ബി 1, 1/2, 1/4, -1, -1/2 or -1/4. ഇത്രയും പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് റൂട്ട്സ് ആയി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ട്രയൽ ആൻഡ് എററിൽ കൂടി നോക്കാം. രണ്ടെണ്ണം റൂട്ടാണെന്ന് കിട്ടും. ഇത് രണ്ടും എന്താണ്? റൂട്ടാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? -1, 1/2 ആർ റൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ x+1, x-1/2 ആർ ഫാക്ടേഴ്സ്. ഈ ഫാക്ടേഴ്സ് ഇൻറ്റു സംതിങ് ചെയ്താൽ f(x) കിട്ടണം. ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ f(x)നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടിയതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബാക്കി വരുന്നത് എന്താണെന്ന് നോക്കി അതിനെ സിംപ്ലിഫൈ ചെയ്താൽ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ x-1/0 ഡിവൈഡ് ചെയ്തത് ഇങ്ങനെയാണ്. ഡൗട്ടുള്ളവർ ഒന്ന് നോക്കിയാൽ മതി. ഇനി ഈ കിട്ടിയതിനെ x+1 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ f(x)ൻ്റെ സിംപ്ലിഫിക്കേഷനിൽ കിട്ടിയത്. ഇത് രണ്ടും എന്താണ്? ലീനിയർ ഫാക്ടേഴ്സ് അല്ലേ? ഇത് രണ്ടും f(x)ൻ്റെ ലീനിയർ ഫാക്ടേഴ്സ് ആണ്. ഇത് രണ്ടിൻ്റെയും ഡിഗ്രി 1 ഈച്ച് ആണ്. ഇത് നോക്കൂ, ഇതിൻ്റെ ഡിഗ്രി എന്താ? 3 ആണ്. ഇതും f(x)ൻ്റെ ഒരു ഫാക്ടറാണ്. ഇതെല്ലാതും ഈ f(x)ൻ്റെ ഫാക്ടറാണ്. ഇത് ഡിഗ്രി 3 ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഡിഗ്രി 3 ആയിട്ടുള്ള ഇതിൻ്റെ തന്നെ ഒരു ഫാക്ടറിന് f(x)ൻ്റെ 1 ഓഫ് ദ റൂട്ട് ഇതിൻ്റെയും റൂട്ടായിരിക്കുമെന്നാണ് പറയുന്നത്. f(x)ൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണെന്നപ്പോൾ നോക്കാം. ഇതിൻ്റെ റൂട്ട്സ് -1ഉം അതുപോലെ 1/2ഉം. ഇതാണ് f(x)ൻ്റെ റൂട്ട്സ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഇതിൻ്റെയും റൂട്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഗ്രി 3 ആയിട്ടുള്ള ഇതിൽ ഓരോന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. f(-1) ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ≠0 ആണ്. ഇതിൻ്റെ f(1/2) ചെയ്ത് കഴിഞ്ഞാൽ =0 ആണ്. അപ്പോൾ ദിസ് ഈസ് എ റൂട്ട് ഓഫ് ദിസ് വൺ എന്ന് പറയാം. ഇത് f(x)ൻ്റെയും അതിൻ്റെ ഫാക്ടറിൻ്റെയും റൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്ത് ചെറുതാക്കാം. അപ്പോൾ x-1/2 ഇതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയാം. x-1/2 ഇതിൻ്റെ ഒരു ഫാക്ടറാണെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ അത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടാൻ നോക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഫോമിലേക്കായി. അപ്പോൾ ഇനി f(x)നെ എങ്ങനെ എഴുതാം? f(x) = x-1/2 × x+1 × x-1/2 × 4x² + 2. x-1/2 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ നിന്ന് 4നെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്താവും? 4 × x-1/2² x+1. ഇവിടെ 4നെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? x² + 1. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ റൂട്ട് 1/2 1 ടൈം അല്ല 2 ടൈം ഉണ്ട്. അപ്പോൾ 2 തവണ 1/2 അതിൻ്റെ റൂട്ടാണ്. പിന്നെ ഇവിടെ നോക്കിയാൽ -1 അതിൻ്റെ റൂട്ടാണ്. ഇത് നോക്കുമ്പോൾ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് x+i × x-i ഫോമിലാണ് ഇത് വരിക. x+i × x-i ചെയ്ത് നോക്കൂ. x² + 1 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു +i നമ്മുടെ റൂട്ടാണ്. അതുപോലെ തന്നെ -iയും നമ്മുടെ ഒരു റൂട്ടാണ്. അങ്ങനെ ഇത്രയും റൂട്ട്സാണ് f(x)ന് ഉണ്ടാവുക. ഇതിൻ്റെ റൂട്ട്സ് ഇതാണ്. ദസ് സോൾവ്ഡ്. അടുത്തത് മൾട്ടിപ്പിൾ റൂട്ട്സ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു 1/2 എന്ന ആ ഒരു റൂട്ട് 2 തവണ വന്നു. മൊത്തത്തിൽ ചെയ്തു വന്നപ്പോൾ 2 തവണ കിട്ടി. അതുപോലെ ആൽഫ എന്നുള്ള റൂട്ട് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ റൂട്ട് എന്ന് വിളിക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയത് ഒരു ഡബിൾ റൂട്ടായിരുന്നു. സെയിം റൂട്ട് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. സെയിം പോളിനോമിയൽ ഇക്വേഷനിൽ സെയിം ആയിട്ടുള്ള റൂട്ട് ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മൾട്ടിപ്പിൾ റൂട്ട്. അത് 6 ടൈം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ r മൾട്ടിപ്പിൾ റൂട്ട് എന്ന് വിളിക്കും. അപ്പോൾ 3 ടൈം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 3 മൾട്ടിപ്പിൾ റൂട്ട് എന്ന് വിളിക്കും. 3 മൾട്ടിപ്പിൾ റൂട്ട്, 4 മൾട്ടിപ്പിൾ റൂട്ട്, അങ്ങനെ എത്ര തവണയാണോ ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അതിനെ അത്രയും മൾട്ടിപ്പിൾ റൂട്ട് എന്ന് വിളിക്കാം. ഇനി ആൽഫ എന്നുള്ളത് f(x)ൻ്റെ റൂട്ടാണെങ്കിൽ x-ആൽഫ എന്നുള്ളത് ഈ ഒരു പോളിനോമിയൽ ഇക്വേഷൻ്റെ ഫാക്ടറാണല്ലോ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ x-1/2 ഹോൾ സ്ക്വയർ എന്നെഴുതാൻ കാരണം എന്താ? 2 ടൈംസ് അതിൻ്റെ
റൂട്ട് ആയതുകൊണ്ട്. അതുപോലെ ഈ പ്രോബ്ലത്തിൽ എക്സ് മൈനസ് ആൽഫ ഇങ്ങനെ ആർ ടൈം എഴുതി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് വരും. അപ്പോൾ അതാണ് ഈ മൾട്ടിപ്പിൾ റൂട്ടിൻ്റെ തിയറി പോർഷനായിട്ട് വരുന്നത്. Theorem: If alpha is an r multiple root of f of x equal to 0, then alpha is an r minus 1 multiple root of f dash x equal to 0. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടാണ് ആൽഫ. എത്ര തവണ? ആർ ടൈംസ്. ആർ മൾട്ടിപ്പിൾ റൂട്ടാണ് ആൽഫ എന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ റൂട്ടും ആൽഫ തന്നെ ആയിരിക്കും. എഫ് ഓഫ് എക്സിന് ആൽഫ എന്നൊരു റൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവിനും ആൽഫ എന്നുള്ള റൂട്ട് ഉണ്ടായിരിക്കും. ഇത് ആർ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ആർ മൈനസ് 1 ടൈം റൂട്ടായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവിന് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എഫ് ഓഫ് എക്സിൻ്റെ ആർ മൾട്ടിപ്പിൾ റൂട്ടാണ് ആൽഫ. ആൽഫ തന്നെ ആർ ടൈം എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടായി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. എത്ര തവണ? ആർ ടൈംസ്. എക്സ് മൈനസ് ആൽഫ എന്നുള്ളത് ആർ ടൈംസ് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ ഈ ഒരു എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഇൻറ്റു അങ്ങനെ ആർ ടൈംസ് റിപ്പീറ്റ് ചെയ്തത് ഇൻറ്റു സംതിങ് കൂടി ചെയ്താലേ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫാക്ടറാണ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ ഇൻറ്റു സംതിങ് ആണ്. ആ ഇൻറ്റു സംതിങ്ങിനെ നമുക്ക് ഫൈ ഓഫ് എക്സ് എന്ന് വിളിച്ചൂടെ? ഇൻറ്റു സംതിങ്ങിനെ ഫൈ ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ ടൈം ആൽഫ ഇതിൻ്റെ റൂട്ടായി കഴിഞ്ഞു. ഈ ഫൈ ഓഫ് എക്സിൻ്റെ റൂട്ടായി ആൽഫ വരുന്നുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ തന്നെ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ് മൈനസ് 1/2 1 ടൈം എടുത്തിട്ട് പിന്നെ രണ്ടാമത്തതിന് വീണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോഴാണ് എക്സ് മൈനസ് 1/2 വീണ്ടും അതിൻ്റെ ഒരു ഫാക്ടറായി വന്നത്. ഫൈ ഓഫ് എക്സിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫ ഒരു റൂട്ടായി വരുന്നില്ല. അതായത് ഈ കണ്ടീഷൻ പറയുന്നത് ആൽഫ ഈസ് നോട്ട് എ റൂട്ട് ഓഫ് ഫൈ ഓഫ് എക്സ്. ഫൈ ഓഫ് എക്സിന് ഒരുപാട് റൂട്ടുകൾ ഉണ്ടാവും. ആ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫ എന്നുള്ളത് വരുന്നില്ല. ആൽഫ ഇവിടെ എക്സ്ട്രാ വന്നാൽ വീണ്ടും എക്സ് മൈനസ് ആൽഫ വരും. അപ്പോൾ r+1 ഒക്കെ വരും. അപ്പോൾ ഫൈ ഓഫ് എക്സിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫയില്ല. അതായത് ഫൈ ഓഫ് ആൽഫ ഒരിക്കലും 0 ആവില്ല. ഫൈ ഓഫ് ആൽഫ 0 ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൽഫ ഇതിൻ്റെയും കൂടി റൂട്ടായിട്ട് വരും. ഇവിടെ ഉള്ളതിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഇതിൽ മാക്സിമം ഇത്രേ വരുള്ളൂ. ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്നാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് കാണാൻ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ടേമായി എഫ് ഫൈ ഓഫ് എക്സ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ മൈനസ് 1 എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആ റൂൾ പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താ? ഫൈ ഡാഷ് ഓഫ് എക്സ്. ഫൈ ഡാഷ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് അങ്ങനെ തന്നെ എഴുതി. ഇനി ഞാനിതിന് വെറുതെ ഒരു ആഡ് ഓൺ കൊടുക്കുകയാണ്. ഈ എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആറിൻ്റെ കൂടെ -1 + 1 എന്ന് ആഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പവറിൽ -1 + 1 ഇൻ ഇഫക്റ്റ് 0 ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പവർ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ -1നെ കോമൺ ആയിട്ട് പുറത്ത് കിടക്കുകയാണ്. ബാക്കി എന്താ ഇവിടെ ഉണ്ടാവുക? ആർ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഉണ്ടാവും. ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? r-1 പുറത്തേക്ക് എടുത്താൽ ബാക്കി റേസ് ടു പവർ 1 ഇല്ലേ? അതായത് എക്സ് മൈനസ് ആൽഫ റേസ് ടു 1 ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എക്സ് ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് കിട്ടിയ പോളിനോമിയൽ ഫംഗ്ഷൻ ക്യൂ ഓഫ് എക്സ് എന്ന് വിചാരിച്ചോ. ഈ ക്യൂ ഓഫ് എക്സിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫ ഉണ്ടോ എന്നുള്ളതാണ്. ക്യൂ ഓഫ് എക്സിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫ എന്ന റൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്യൂ ഓഫ് ആൽഫ ഈക്വൽ ടു 0 കിട്ടും. ക്യൂ ഓഫ് ആൽഫ ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫയും ഉണ്ടാകും. ക്യൂ ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫ ഇല്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ആർ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് എക്സ് മൈനസ് ആൽഫ ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? ആൽഫ കൊടുക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് ആൽഫ കൊടുക്കുമ്പോൾ എന്താ വരിക? ആർ ഫൈ ഓഫ് ആൽഫ എന്ന കിട്ടുക. ഇവിടെ ആൽഫ മൈനസ് ആൽഫ ഈ ടേം മുഴുവൻ 0 ആയി പോവും. ആർ ഫൈ ഓഫ് ആൽഫ. ഫൈ ഓഫ് ആൽഫ ഒരിക്കലും 0 ആവില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആർ ഒരിക്കലും 0 ആവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആർ ഫൈ ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേം മുഴുവനും ആൽഫ കൊടുക്കുമ്പോൾ 0 വരുന്നില്ല. അതായത് ഇതിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫ വരുന്നില്ല. മാക്സിമം ആൽഫ റൂട്ടായി വരുന്നത് എഫ് ഡാഷ് ഓഫ് എക്സിന് r-1 ടൈമാണ്. ഇതിൽ ഒരു തവണ കൂടി ആൽഫ റൂട്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂടുമായിരുന്നു. ഇനി കൂടില്ല.
ഇതിൽ ആൽഫ റൂട്ടായി വരുന്നില്ല. അപ്പോൾ എക്സ് മൈനസ് ആൽഫ ഹോൾ റൈസ് ടു ആർ മൈനസ് 1 ടൈമേ ഈ എഫ് ഡാഷ് ഓഫ് എക്സിന് ആൽഫ റൂട്ടായി വരുന്നുള്ളൂ. ആർ മൈനസ് 1 ടൈമേ ആൽഫ റൂട്ടായി വരുന്നുള്ളൂ. ഇതിൽ നിന്ന് എക്സ്ട്രാ റൂട്ടായി വരില്ല. ഇതിൻ്റെ റൂട്ടുകളുടെ കൂട്ടത്തിൽ ആൽഫ ഇല്ല. ദിസ് ഫംഗ്ഷൻ ഈക്വൽ ടു 0 ഹാസ് ആൽഫ ആസ് റൂട്ട് എത്ര തവണ? ആർ മൈനസ് 1 മൾട്ടിപ്പിൾ റൂട്ടാണ് ആൽഫ. അതിൽ കൂടുതൽ വരില്ല. 2 കൊറോളറി ഉണ്ട്. അതെന്താ പറയുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ ആർ മൾട്ടിപ്പിൾ റൂട്ടാണ് ആൽഫ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെ ആർ മൈനസ് 1 മൾട്ടിപ്പിൾ റൂട്ടാണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെ ആർ മൈനസ് 2 മൾട്ടിപ്പിൾ റൂട്ടായിരിക്കും. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെ ആർ മൈനസ് 3 മൾട്ടിപ്പിൾ റൂട്ടായിരിക്കും. അതാണ് ഫസ്റ്റ് കൊറോളറി. ഇനി കൊറോളറി 2 പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെയും രണ്ടിൻ്റെയും റൂട്ട് എണ്ണം കുറഞ്ഞാലും സെയിമായി വരുന്നത് കൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഫാക്ടേഴ്സ്, അതായത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0ന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇക്വൽ ടു 0ന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0ൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സ് ഇക്വൽ ടു 0ൻ്റെയും GCD ആയിരിക്കും. അതായത് ഇത് രണ്ടിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആരാണോ അതായിരിക്കും ഈ രണ്ട് പോളിനോമിയൽ ഇക്വേഷൻസിൻ്റെയും ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, ഇതാണ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇക്വൽ ടു 0 എങ്ങനെ എഴുതാം? 3x² പ്ലസ് 2x മൈനസ് 16 എന്നെഴുതാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ത്രൂ ഔട്ട് 3 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. x² പ്ലസ് 2/3x മൈനസ് 16/3. ഇതിൻ്റെ ഫാക്ടേഴ്സ് കാണാൻ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -16/3യും തമ്മിൽ ആഡ് ചെയ്താൽ 2/3യും കിട്ടണം. ഏതൊക്കെയാണെന്ന് നോക്കാം. 16 കിട്ടണമെങ്കിൽ 8 × 2 ആണ്. ഏതെങ്കിലും ഒന്നിന് /3 കൊടുക്കണം, മൈനസും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാവും? x മൈനസ് 2 ഇൻറ്റു x പ്ലസ് 8/3 ചെയ്താൽ ശരിയാവുമല്ലോ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x മൈനസ് 2 ഇൻറ്റു 3x പ്ലസ് 8 എന്ന് എഴുതുമ്പോൾ ശരിയാവും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് വരിക? 2 ഒരു റൂട്ടായിട്ട് വരും, അതുപോലെ -8/3 ഒരു റൂട്ടായിട്ട് വരും. ഇനി അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ 2 റൂട്ട് കിട്ടി. ഇതിലേതെങ്കിലും എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് 2 ചെക്ക് ചെയ്യുമ്പോൾ എഫ് ഓഫ് 2 ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഇതിൻ്റെയും കൂടി റൂട്ടാണ്. എഫ് ഓഫ് -8/3 ചെക്ക് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഈ -8/3 എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടല്ല, എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ മാത്രം റൂട്ടാണ്. അപ്പോൾ 2 രണ്ടിൻ്റെയും റൂട്ടാണ്. 2 എന്നുള്ളത് കോമൺ റൂട്ടാണ്. ആരുടെ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെയും എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെയും. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0ൻ്റെ റൂട്ടായി വരുന്നത് 1s അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സിൽ ഒറ്റ തവണയല്ലേ വന്നുള്ളൂ. അതായത് r മൈനസ് 1 1 ആണെങ്കിൽ r എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സിൽ അത് എത്ര തവണ റൂട്ടായിരിക്കും? 2 മൾട്ടിപ്പിൾ റൂട്ടായിരിക്കും അല്ലേ? 2 മൾട്ടിപ്പിൾ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ആരുടെ ഫാക്ടർ ആയിരിക്കും? എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ അത് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു സംതിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഓൺ സിംപ്ലിഫൈയിങ് വാട്ട് വി ഗെറ്റ്? a² മൈനസ് 2ab പ്ലസ് b². ഇത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. ഇൻറ്റു സംതിങ് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് മറ്റേ പോർഷൻ കാണാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് 5 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ അടുത്ത ഫാക്ടർ. അപ്പോൾ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ റൂട്ട്സ് വരിക? 2 ഒരു 2 തവണ വരും, പിന്നെ അതുപോലെ -5 വരും. ഇതാണ് അതിൻ്റെ റൂട്ട്സ് വരിക. ആകെ കൂടി ഡിഗ്രി 3 ആയതുകൊണ്ട് 3 റൂട്ടല്ലേ മാക്സിമം വരുള്ളൂ.